ഈസ്റ്റ് ഒന്നും ചേർക്കാണ്ടേ ഇതേപോലെ ഒറ്റ കൊമ്പളയിൽ പൊങ്ങി വരണ ഒട്ടുമേ എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളി സോഫ്റ്റ് ഭട്ടൂരിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ. അതിന് വേണ്ടി ആദ്യം തന്നെ ഉണ്ടല്ലോ ഒരു 2 ടേബിൾ സ്പൂൺ റവ കുറച്ച് വെള്ളത്തിൽ ഒരു 5-6 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു 2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സോഡാപ്പൊടി, ഒരു കോഴിമുട്ട, 1 ടേബിൾ സ്പൂൺ നെയ്യും, പിന്നെ നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഞങ്ങളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇത് കുഴക്കാനായിട്ടേ ഞാൻ വേറെ വെള്ളവും ചേർത്തിട്ടൊന്നുമില്ല, ആ റവയിൽ തന്നെ ഇച്ചിരി ഒഴിച്ച വെള്ളം കൂടി പോയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സാധാ നോർമൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പശുവിൻ്റെ പാലുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്താലും മതിട്ടാ. ഏറ്റവും അവസാനം ഉണ്ടല്ലോ 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തി ഒരു 2-3-4 മണിക്കൂർ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിന് അത്യാവശ്യം വലിയ ഓരോ ബോൾസ് ആക്കി അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് മൈദപ്പൊടി മുക്കിയിട്ട് തന്നെ അങ്ങോട്ട് പരത്തി കൊടുക്കുക. ഒരുപാട് നൈസായിട്ട് പരത്തണമെന്നൊന്നും ഞാൻ പറയണമെന്നുള്ള ഒരു ഇച്ചിരി കനത്തിൽ പരത്തിയെടുത്താൽ മതിട്ടാ. ഞാൻ ഉണ്ടല്ലോ ചെറിയ ചെറിയ പട്ടൂരാസാട്ട് ഉണ്ടാക്കണേ, അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു ചെറിയൊരു കുപ്പിയുടെ പൊടി എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് ഷേപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നത്തെ ഷേപ്പ് ഉണ്ടല്ലോ ട്രയാങ്കിൾ ഷേപ്പാണ് കവി ഉദ്ദേശിച്ചതെങ്കിലും വന്നത് അഡ്ജസ്റ്റ് ചെയ്യണ ഒരു ട്രയാങ്കിൾ ഷേപ്പ് അത്രേ ഉള്ളൂ. ഇവിടെ പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല കേട്ടാ. ഇനി ഉണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങ് ചൂടായി കൊടുക്കുക, നല്ല ചൂട് വേണം കേട്ടോ എണ്ണക്ക്. എന്നിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് നമുക്കിത് ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ. വലിയ പാത്രമാണെങ്കിൽ 2-3 ഒക്കെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നെക്കാനും പിടിക്കാനൊന്നും നിൽക്കണ്ട, ഒരു സൈഡ് അങ്ങോട്ട് താനെ പൊങ്ങി ഇങ്ങോട്ട് വന്നോളും. എന്നിട്ട് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം, മറ്റേ സൈഡ് റെഡി ആയാലും ആ പാനിൽ അങ്ങോട്ട് മാറ്റിക്കോളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല